Next question. Using consistent deformation method, find the fixed end moments developed in the fixed beam shown figure. Draw bending moment diagram and shear force diagram. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫിക്സഡ് ബീം ആണ്. അപ്പോൾ ഫിക്സഡ് ബീമിലാകുമ്പോൾ സപ്പോർട്ട്സിൽ എന്ത് വരും? രണ്ട് എൻഡും ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് എൻഡിൽ നമുക്ക് 3 അൺനോൺസ് വരും. അപ്പോൾ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മൊമെന്റ്. അപ്പോൾ അടുത്ത ഇവിടെ വരുമ്പോഴും വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും ആൻഡ് എ മൊമെന്റ്. അപ്പോൾ നമുക്ക് ഇത്രയും റിയാക്ഷൻസ് ഒരു ഫിക്സഡ് മൊമെന്റിൽ ഒക്കർ ചെയ്യും. ഇനി നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഫിക്സഡ് ബീമിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷനുള്ള സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ. 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്. ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിനകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അത് ആക്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട? ഈ 2 ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. 2 ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് അതെന്താണ്, അവിടെ വാല്യൂ ഒന്നും വരില്ല ഹൊറിസോണ്ടൽ ഫോഴ്സിനും ആക്ട് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തും വേണ്ട, നമുക്ക് ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ വേണ്ട. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി? സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ രണ്ടെണ്ണം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര അൺനോൺ ഫോഴ്സ് ഉണ്ട് ഇവിടെ? 4 നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ആണ് തന്നിരിക്കുന്ന സ്ട്രക്ചറിലുള്ളത്. 4 നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് അൺനോൺസ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 4 നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. നമ്മൾ എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുന്നുള്ളൂ? 2 ഇക്വിലിബ്രിയം ഇക്വേഷനെ എടുക്കുന്നുള്ളൂ. സോ 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2. അപ്പോൾ നമുക്ക് എന്ത് വേണം? തന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കണം. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന ബീമിനെ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് ബീം ആണെങ്കിൽ നമ്മൾ ഈ മൊമെന്റിനെ റിമൂവ് ചെയ്യും. 2 എൻഡിലെ മൊമെന്റ്സിനെ റിമൂവ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന ബീമിനെ ഒരു സിമ്പിൾ സപ്പോർട്ട് ബീമായിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് 2 മൊമെന്റ്സും ആണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റിഡൻഡന്റ് ഫോഴ്സ് ഡിഗ്രി സെക്കൻഡ് സ്റ്റെപ്പിൽ റിഡൻഡന്റ് ഫോഴ്സ് ഓർ റിഡൻഡന്റ് മൊമെന്റ്സ് എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് എ ആൻഡ് മൊമെന്റ് അറ്റ് ബി. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്തു. സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്താണ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ഡിഫ്ലക്റ്റഡ് ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. ഈ തീറ്റ എ തീറ്റ ബി എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട്സിലുള്ള സ്ലോപ്പിൻ്റെ വാല്യൂ ആണ്. തീറ്റ എ സ്ലോപ്പ് അറ്റ് എ ആൻഡ് തീറ്റ ബി സ്ലോപ്പ് അറ്റ് ബി. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, പ്രോബ്ലത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിഡൻഡന്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിഡൻഡന്റ് മൊമെന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എഴുതി. ഇനി തേർഡ് സ്റ്റെപ്പിൽ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ നമ്മൾ ഇവിടെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുകയാണ്. മൊമെന്റ് അറ്റ് എ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൊമെന്റ് അറ്റ് എ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എങ്ങനെ വന്നു എന്നാണ് ഈ വരച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വന്നത്. എയിൽ മൊമെന്റ് എ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റിനകത്ത് എന്തുണ്ട്? ഇവിടെ ഒരു മൊമെന്റും ഉണ്ട്, ഇവിടെ ഒരു മൊമെന്റും ഉണ്ട്. അതിനെ നമ്മൾ സിമ്പിൾ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു എൻഡിലെ മൊമെന്റ് അത് കണക്ക് തന്നെ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് എഴുതി. വാല്യൂസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എഴുതി. ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എഴുതിയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പിൻ്റെ വാല്യൂ. ഇത് തീറ്റ A1. എ എന്ന് പറഞ്ഞെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്
തീറ്റ A1 ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പാണ് തീറ്റ B1. തീറ്റ A1 തീറ്റ B1 when moment A is applied at A point. ഇനി മൊമെന്റ് എ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോൺജുഗേറ്റ് ബീം നമ്മൾ വരയ്ക്കാൻ പോവാണ്. കോൺജുഗേറ്റ് ബീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ബീം. ആ ഇമാജിനറി ബീം അതിൻ്റെ ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഇമാജിനറി ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇമാജിനറി ബീം എന്തായിരിക്കും? സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഇനി അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് വാല്യൂ ഇതാണ്ടേ സിംപ്ലി സപ്പോർട്ടഡ്. ഇനി ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് വാല്യൂ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? കോൺജുഗേറ്റ് ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒറിജിനൽ ബീമിലെ മൊമെന്റ് ഡിവൈഡഡ് ബൈ EI. നമുക്ക് ഒറിജിനൽ ബീമിൽ മൊമെന്റ് എവിടെയുള്ളൂ? എ പോയിന്റിൽ മാത്രമേ മൊമെന്റ് ഉള്ളൂ. ബിയിൽ എന്തില്ല? മൊമെന്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് എ ഡിവൈഡഡ് ബൈ EI. അതാണ് എ എന്ന് പറഞ്ഞ പോയിന്റിലെ ലോഡ് വാല്യൂ. MA ഡിവൈഡഡ് ബൈ EI. കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് എന്ന് പറയുന്നത് മൊമെന്റ് ഡിവൈഡഡ് ബൈ EI ആണ്. എയിൽ മാത്രമേ മൊമെന്റ് ഉള്ളൂ. എയിലെ മൊമെന്റ് എ ആണ്. അതാണ് മൊമെന്റ് എ ഡിവൈഡഡ് ബൈ EI. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് ഇല്ല. അപ്പോൾ ലോഡ് 0 ആണ് ബി പോയിന്റിൽ. അപ്പോൾ നമുക്ക് എയിലെ ലോഡ് വരയ്ക്കാം. എയിലെ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? MA ഡിവൈഡഡ് ബൈ EI. ഇനി ബിയിൽ ലോഡൊന്നുമില്ല. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വരച്ചു. സോ ഇതാണ് കോൺജുഗേറ്റ് ബീം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ കോൺജുഗേറ്റ് ബീം വരച്ചു. ഈ ലോഡ് വാല്യൂ ആണ് MA ഡിവൈഡഡ് ബൈ EI എന്ന് പറയുന്നത്. MA ഡിവൈഡഡ് ബൈ EI. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്തത്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് കൊടുത്തു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ നിന്നുള്ള മൊമെന്റ് മാറ്റിയിട്ട് ബിയിൽ മൊമെന്റ് അപ്ലൈ ചെയ്യുവാണ്. സോ നമ്മുടെ കോൺജുഗേറ്റ് ബീം വരച്ചിരിക്കുന്നു. ഇതാണ്ടേ സ്ട്രക്ചറിനകത്ത് എയിൽ മൊമെന്റ് കൊടുത്തില്ല, പകരം ബിയിൽ മൊമെന്റ് കൊടുത്തു. ബിയിൽ മൊമെന്റ് കൊടുത്തിട്ട് അതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചു. എന്നിട്ട് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പ് തീറ്റ A2, ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പ് തീറ്റ B2. സോ എന്നിട്ട് എന്ത് ചെയ്തു? ഇതേ കണക്ക് തന്നെ അതിന്റെ കോൺജുഗേറ്റ് ബീം വരച്ചു. കോൺജുഗേറ്റ് ബീം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. റിയാക്ഷൻ നമ്മൾ ഇവിടെ RA2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, പകരം ഇവിടെ RA2 സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യും. ലോഡ് വാല്യൂ എന്ന് പറയുന്നത് മൊമെന്റ് ഡിവൈഡഡ് ബൈ EI. ഇവിടെ നമുക്ക് ബി പോയിന്റിലെ മൊമെന്റ് ഉള്ളൂ, അതുകൊണ്ടാണ് MB ഡിവൈഡഡ് ബൈ EI. എയിലെ മൊമെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് ഡയഗ്രാം കിട്ടി. കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കുലർ ഷേപ്പ് ലോഡ് നമ്മൾ പറയുന്നത് യൂണിഫോംലി വേരിയിങ് ലോഡ് എന്നാണ്. ലോഡ് എന്ത് ചെയ്യാണ്? 0 നിന്ന് MB ബൈ EI എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് വേരി ചെയ്യുവാണ്. സോ അടുത്തത്, ഇത്രയും ചെയ്ത സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്തായിരുന്നു? ഒരു ഫിക്സഡ് ബീം ആയിരുന്നു. ആ ഫിക്സഡ് ബീമിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിറ്റർമിനേറ്റ് ബീം. ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ബീമാണ്. ആ ഇൻഡിറ്റർമിനേറ്റ് ബീമിനെ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇതിനെ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുത്തു. സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് മൊമെന്റ് വാല്യൂസിനെ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന റിഡൻഡന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് MAയും MBയും ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഫോഴ്സ് ആയിരുന്നു കൺസിഡർ ചെയ്ത? ബീമിൽ രണ്ട് മൊമെന്റ്സ് ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. റിയാക്ഷൻ A ആൻഡ് റിയാക്ഷൻ B. അത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. മൊമെന്റ് അറ്റ് A ആൻഡ് മൊമെന്റ് അറ്റ് B റിമൂവ് ചെയ്തു. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയിട്ട് വന്നു. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. സോ ഇതാണ്ട് ലോഡും അത് കണക്ക് തന്നെ കൊടുത്തു. ഇനി എന്തായിരുന്നു ചെയ്തത്? അപ്പോൾ MA ആൻഡ് MB ആണ് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. റിഡൻഡന്റ് ഫോഴ്സസ് അല്ലെങ്കിൽ റിഡൻഡന്റ് മൊമെന്റ്. സ്റ്റെപ്പ് 2-ൽ തന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇതിനകത്തുനിന്ന് എക്സ്റ്റേണൽ ലോഡ് അങ്ങ് റിമൂവ് ചെയ്തു. എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തിട്ട് ആദ്യം ചെയ്തത് ഫസ്റ്റ് റിഡൻഡന്റ് ഫോഴ്സ് എന്തായിരുന്നു? മൊമെന്റ് ആയിരുന്നു. ആ മൊമെന്റ് അപ്ലൈ ചെയ്തു. MA എന്ന് പറഞ്ഞ മൊമെന്റ് അപ്ലൈ ചെയ്തു.
എം എ എന്ന് പറഞ്ഞ മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ആ മൊമെൻറ്റ് കൊണ്ടുള്ള ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചു. ഇങ്ങനെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെന്ത് കൊടുത്തു, അവിടുത്തെ സ്ലോപ്പിനെ തീറ്റ A1 എന്ന് ഡിനോട്ട് ചെയ്തു, ഇവിടുത്തെ സ്ലോപ്പിനെ തീറ്റ A2 എന്ന് ഡിനോട്ട് ചെയ്തു. ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത റിഡൻഡന്റ് ഫോഴ്സ് എന്തായിരുന്നു, എം ബിയുടെ എഫക്റ്റ് എങ്ങനെ വരുമെന്ന് നോക്കുകയാണ്. എം ബി അപ്ലൈ ചെയ്തു. എം ബി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ A2, ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ B2. പിന്നെ നമ്മൾ വരച്ചത് ഇതിൻ്റെ കോൺജുഗേറ്റ് ബീമും ഇതിൻ്റെ കോൺജുഗേറ്റ് ബീമുമാണ്. അപ്പോൾ കോൺജുഗേറ്റ് ബീം എന്തായിരിക്കും വരുന്നത്, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് കോൺജുഗേറ്റ് ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഈ കോൺജുഗേറ്റ് ബീമിൻ്റെ ലോഡ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ EI. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ മൊമെൻറ്റ് ഉള്ളൂ. അപ്പോൾ MA ഡിവൈഡഡ് ബൈ EI. ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് കണക്കിന് ഇവിടെയും വരും, ഇവിടെ ഇത് കണക്കെന്നാണ് ട്രയാങ്കിൾ ആയിട്ട് തന്നെ വരും. MB ഡിവൈഡഡ് ബൈ EI. സോ ഇത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഈ ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഇത് തീറ്റ A ആണ്, ഇത് തീറ്റ B ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി, നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, അത് നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഫോഴ്സസ് അല്ലെങ്കിൽ 2 മൊമെൻറ്റ്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ഈ 2 മൊമെൻറ്റ്സ് റിമൂവ് ചെയ്തു, MAയും MBയും റിമൂവ് ചെയ്തു. അപ്പോൾ എന്തായി, അതൊരു ഡിറ്റർമിനന്റ് സ്ട്രക്ചറായി. അപ്പോൾ നമ്മൾ എന്ത് വരച്ചു, 2 സിമ്പിൾ സപ്പോർട്ട്സ് കൊടുത്തു, എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു, എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുള്ള ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചു. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പാണ് തീറ്റ A ആൻഡ് തീറ്റ B, സ്ലോപ്പ് വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ എക്സ്റ്റേണൽ ലോഡ് അങ്ങ് റിമൂവ് ചെയ്തു. പകരം നമ്മൾ എടുത്ത റിഡൻഡന്റ് ഫോഴ്സ് MA വാല്യൂ ആദ്യം അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചു. ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചിട്ട് അത് കോസ് ചെയ്യുന്ന സ്ലോപ്പ് Aയിൽ തീറ്റ A1, Bയിൽ തീറ്റ B2 ആയിട്ട് കൊടുത്തു. ഞാൻ എൻ്റെ കോൺജുഗേറ്റ് ബീം വരച്ചു. ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ലോഡ് വാല്യൂ MA ഡിവൈഡഡ് ബൈ EI. അതേ കണക്ക് തന്നെ ബിയിൽ മൊമെൻറ്റ് കൊടുത്തു. ബിയിൽ മൊമെൻറ്റ് കൊടുത്തിട്ട് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചു. ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ലോഡ് വാല്യൂ വരച്ചു, MB ഡിവൈഡഡ് ബൈ EI. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് നമ്മളൊരു കണ്ടീഷൻ എഴുതുവാണ്, കൺസിസ്റ്റൻസി കണ്ടീഷൻ. സോ കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തീറ്റ A is equal to തീറ്റ A1 plus തീറ്റ A2, തീറ്റ B is equal to തീറ്റ B1 plus തീറ്റ B2. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്തപ്പോൾ തീറ്റ A that will be equal to, നമ്മൾ ലോഡ് റിമൂവ് ചെയ്തു, മൊമെൻറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ വാല്യൂ തീറ്റ A1നും ഇനി അടുത്തതിനകത്ത് എന്തായിരുന്നു, ബിയിൽ മൊമെൻറ്റ് അപ്ലൈ ചെയ്തു, അപ്പം കിട്ടിയ വാല്യൂ തീറ്റ A2 അതിനും ഈക്വൽ ആയിരിക്കും. അതേ കണക്ക് തന്നെ തീറ്റ B is equal to തീറ്റ B1 plus തീറ്റ B2, തീറ്റ B1 plus തീറ്റ B2. സോ അതായിരുന്നു കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺജുഗേറ്റ് ബീമിൻ്റെ റിയാക്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരച്ച കോൺജുഗേറ്റ് ബീം ഇതായിരുന്നു, കോൺജുഗേറ്റ് ബീം. സോ ഈ കോൺജുഗേറ്റ് ബീമിലെ റിയാക്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോൺജുഗേറ്റ് ബീമിൻ്റെ റിയാക്ഷൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ RA1 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോൺജുഗേറ്റ് ബീമിൻ്റെ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് വാല്യൂ ആണ് എന്ത്, നമുക്ക് ഒറിജിനൽ ബീമിൻ്റെ സ്ലോപ്പ് വാല്യൂ. അപ്പോൾ തീറ്റ A1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേ കണക്ക് തന്നെ B1 സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഒറിജിനൽ ബീമിൻ്റെ തീറ്റ B1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് ബീം വരച്ചത്. തീറ്റ A1ഉം തീറ്റ B2ഉം കാൽക്കുലേറ്റ് ചെയ്യാനാണ് കോൺജുഗേറ്റ് ബീം കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, RA1 സ്റ്റാറും RB1 സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ തന്നിരിക്കുന്ന ട്രയാങ്കുലർ ലോഡിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇതിനെ പോയിന്റ് ലോഡ് ആക്കണം.
അപ്പോൾ യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു MA ഡിവൈഡഡ് ബൈ EI ഇൻറ്റു ലെങ്ത്. സ്പാൻ ലെങ്ത് എത്രയായിരുന്നു? ഫിക്സഡ് സപ്പോർട്ടിൻ്റെ സോ ഡിസ്റ്റൻസ് L തന്നെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു MA ഡിവൈഡഡ് ബൈ EI ഇൻറ്റു L. ഈ പോയിന്റോട് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. പോയിന്റോട് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 2/3 ഇൻറ്റു L. പോയിന്റ് ലോഡിന് ഇവിടം വരെ ഡിസ്റ്റൻസ് 1/3 ഇൻറ്റു L. 1/3 ഇൻറ്റു L. സോ നമുക്ക് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് എബൌട്ട് RB1 സ്റ്റാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഡിസ്റ്റൻസ് മൊമെൻ്റ് എബൌട്ട് RB1 സ്റ്റാർ ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RA1 സ്റ്റാർ ഇൻറ്റു L അതെന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. ബിക്കോസ് അതിങ്ങനെ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സോ RA1 സ്റ്റാർ ഇൻറ്റു L പിന്നെന്താണ്? 1/2 ഇൻറ്റു MA ഡിവൈഡഡ് ബൈ EI ഇൻറ്റു L. സോ ഈ ഡിസ്റ്റൻസ് പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ ഡിസ്റ്റൻസ് 2/3 ആണ്. 2/3 ഇൻറ്റു L. 2/3 ഇൻറ്റു Lഉം ഈ ഡിസ്റ്റൻസ് 1/3 ഇൻറ്റു L ആണ്. 2/3 ഇൻറ്റു L ഇത് 1/3 ഇൻറ്റു Lഉം ഇത് 2/3 ഇൻറ്റു L ആണ്. സോ പോയിന്റ് ഓടിന്ന് ഈ B1 വരെയുള്ള ഡിസ്റ്റൻസ് 2/3 ഇൻറ്റു L ആണ്. അപ്പോൾ 1/2 ഇൻറ്റു MA ഡിവൈഡഡ് ബൈ EI ഇൻറ്റു 2/3 ഇൻറ്റു L. അവിടെ നിന്ന് RA1 സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതേ കണക്ക് തന്നെ RB1 സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്തു. RA1 സ്റ്റാറും RB1 സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒബ്വിയസ്ലി θA1 കിട്ടി, θB1 കിട്ടി. θA1 എന്ന് പറയുന്നത് MAL ഡിവൈഡഡ് ബൈ 3EI. RB1 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ MA ഇൻറ്റു L ഡിവൈഡഡ് ബൈ 6EI. സോ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്? മൊമെന്റ് എബൌട്ട് A ഇസ് ഈക്വൽ ടു, അതായത് A1 സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ എന്ത് ചെയ്തു? 1/2 ഇൻറ്റു MA ഡിവൈഡഡ് ബൈ EI ഇൻറ്റു L ഇൻറ്റു 1/3. അതേ കണക്ക് തന്നെ RB1 സ്റ്റാർ MA ഇൻറ്റു L ഡിവൈഡഡ് ബൈ സോ ദാണ്ടെ സിഗ്മ മൊമെന്റ് A സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാണ്ടെ L/3 ഇൻറ്റു 1/2 ഇൻറ്റു MA ഇൻറ്റു L ഡിവൈഡഡ് ബൈ EI ഈസ് ഈക്വൽ ടു RB ഇൻറ്റു L, അല്ലെങ്കിൽ മൈനസ് RB ഇൻറ്റു L ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്നിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു RB ഇൻറ്റു L എന്ന് വന്നു. L ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ MAL ഡിവൈഡഡ് ബൈ 6EI. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടി ചെയ്യാം. സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് RA1 സ്റ്റാർ പ്ലസ് RB1 സ്റ്റാർ മൈനസ് എന്തെടുക്കണം? ഈ പോയിന്റോട് 1/2 ഇൻറ്റു MA ഇൻറ്റു L ഈസ് ഈക്വൽ ടു 0 എന്ന് കൂടി കൺസിഡർ ചെയ്യാം. അവിടുന്ന് RB സ്റ്റാർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺജുഗേറ്റ് ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് ആണെന്ന് ഓർത്തിരിക്കുക. കോൺജുഗേറ്റ് ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഒറിജിനൽ ബീമിൻ്റെ സ്ലോപ്പ് വാല്യൂ കിട്ടും. ഈ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക? θA2ഉം θB2ഉം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ θA2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഈ തന്നിരിക്കുന്നതിനെ പോയിന്റോടായിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൊമെന്റ് എബൌട്ട് RB2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിരുന്നു? 1/3 ഇൻറ്റു L ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 ഇൻറ്റു L ആണ്. അപ്പോൾ സോ RB2 സ്റ്റാർ മൊമെന്റ് എബൌട്ട് RB2 സ്റ്റാർ ഈസ് ഈക്വൽ ടു 0. മൊമെന്റ് എബൌട്ട് RB2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെന്റ് എടുക്കുവാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? RA2 സ്റ്റാറിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് RA2 സ്റ്റാർ ഇൻറ്റു L. അതെന്താ കോസ് ചെയ്യുന്നത്? അത് സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി എന്ത് ചെയ്തു? നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് വെച്ച പോയിന്റ്
point load 1/2 into mb into L. ഇതാണ് perpendicular distance 1/3 into L is equal to 0. Therefore, RA2 star is equal to mb into L divided by 6EI. അതേ കണക്ക് തന്നെ RB2 സ്റ്റാർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. RB2 സ്റ്റാർ കിട്ടാനായിട്ട് എന്തെടുത്താൽ മതി? സിഗ്മ മൊമെൻറ്റ് എബൌട്ട് RA2 സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതാണ്ട് ഈ പോയിന്റ് ലോഡ് കിട്ടിയത് 1/2 ഇൻറ്റു MB ഇൻറ്റു L ഡിവൈഡഡ് ബൈ EI perpendicular distance into 2/3 into L. സോ ഇതെന്തായിരുന്നു? മൈനസ് സൈൻ ആണ്, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ പ്ലസ് RB സ്റ്റാർ ഇൻറ്റു L ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? RB കണ്ടുപിടിക്കാം. RB2 സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ RB2 സ്റ്റാർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു MBL ബൈ EI ഇൻറ്റു 2/3. സോ അവിടെ നിന്ന് RB star is equal to MB നമുക്ക് ഈ എല്ലും ഈ എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ MB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി MB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 3EI എന്ന ആൻസർ കിട്ടും. MB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 3EI RB2 സ്റ്റാർ. ഇതാണ് MB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 3EI. അപ്പോൾ RA സ്റ്റാറും RA2 സ്റ്റാറും RB2 സ്റ്റാർ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തു. therefore എന്ത് കിട്ടും? തീറ്റ A2 കിട്ടും, തീറ്റ B2 കിട്ടും. സോ ഇനി എന്ത് ചെയ്തു? തീറ്റ A വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. തീറ്റ A വാല്യൂ ഇസ് ഈക്വൽ ടു തീറ്റ A1 പ്ലസ് തീറ്റ A2. ഇനി അതേ കണക്ക് തന്നെ തീറ്റ B വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. തീറ്റ B2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്കതിനകത്ത് അറിയാം, ഈ തന്നിരിക്കുന്ന ഒറിജിനൽ ബീം എന്തായിരുന്നു? സിമെട്രിക്കൽ ബീമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റും റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റും സെയിം ആയിരിക്കും. നമ്മൾ MA MB എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സിമെട്രിക്കൽ ബീം ആയതുകൊണ്ട് രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ള MAയും ഇവിടെ ഉള്ള MBക്കും സെയിം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതാണ് രണ്ടും MA എന്ന് കൊടുക്കാൻ കാര്യം. therefore തീറ്റ A is equal to MA into L. ഈ തീറ്റ B കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അവിടെയും നമുക്ക് എന്ത് കിട്ടും? MA into L ഡിവൈഡഡ് ബൈ EI. അപ്പോൾ രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് MAയ്ക്കും MBയ്ക്കും മൊമെന്റ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ML ഡിവൈഡഡ് ബൈ 2EI. അപ്പോൾ സിമെട്രിക്കൽ ബീം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? തീറ്റ സ്ലോപ്പ് അറ്റ് എയും സ്ലോപ്പ് അറ്റ് ബിയും സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ MA L divided by 2EI ആണ് സ്ലോപ്പ് അറ്റ് എ ആൻഡ് സ്ലോപ്പ് അറ്റ് ബി ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ തീറ്റ എ വാല്യൂ, ഇവിടുത്തെ തീറ്റ ബി വാല്യൂ, ആൻഡ് ബോത്ത് വിൽ ബി ഈക്വൽ ടു ML ഡിവൈഡഡ് ബൈ 2EI. സോ നമുക്കറിയാം, ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആണെങ്കിൽ രണ്ട് എൻഡിലും എന്തായിരിക്കും? സെയിം സ്ലോപ്പ് ആയിരിക്കും വരുന്നത്. സോ സ്ലോപ്പ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ WL³ ഡിവൈഡഡ് ബൈ 24EI ആണ് ആ വാല്യൂ. ഇത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ലോപ്പ് അത് ഈ സപ്പോർട്ടിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ മാക്സ് എന്ന് പറയുന്നത് WL³ ഡിവൈഡഡ് ബൈ 24EI ആണ്. WL³ ഡിവൈഡഡ് ബൈ 24EI. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈ സ്ലോപ്പ് will be equal to, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ സ്ലോപ്പ് WL³ ഡിവൈഡഡ് ബൈ 24EI and that will be equal to എന്താണ്? നമ്മൾ ഡിറൈവ് ചെയ്ത സ്ലോപ്പ് വാല്യൂ ML ഡിവൈഡഡ് ബൈ 2EI. ML ഡിവൈഡഡ് ബൈ 2EI അതാണ് നമ്മൾ കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡിലെ 5th സ്റ്റെപ്പിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ചെയ്തതെല്ലാം എന്തായിരുന്നു? ഡിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഈക്വൽ ആയിട്ടാണ് ചെയ്തത്. അവിടെ നമ്മൾ ചെയ്ത സ്റ്റെപ്സിനകത്തെല്ലാം ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്തത്.
പക്ഷേ ഈ കേസിൽ നമ്മൾ എന്താണ് തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും ഒക്കെ സ്ലോപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ലോപ്പിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതിൻ്റെ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനാണ് ഇക്വേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്, സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ സ്ലോപ്പാണ് WL³ ഡിവൈഡഡ് ബൈ 24EI ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ML ഡിവൈഡഡ് ബൈ 2EI. ഈ ML ഡിവൈഡഡ് ബൈ 2EI എന്ന സ്ലോപ്പ് എങ്ങനെ കിട്ടിയേ? നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ഫിക്സഡ് ബീമിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തു. അതിനകത്ത് എന്തുകൂടെ ഒറിജിനൽ ലോഡൊക്കെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡെവലപ്പ് ചെയ്ത സ്ലോപ്പാണ് ML ഡിവൈഡഡ് ബൈ 2EI. ശരിക്കും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ലോപ്പാണ് WL³ ഡിവൈഡഡ് ബൈ 24EI. സോ ബോത്ത് വിൽ ബി ഈക്വൽ, രണ്ടും സെയിം തന്നെ ആയിരിക്കും. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു WL² ഡിവൈഡഡ് ബൈ 12. അപ്പോൾ രണ്ട് സൈഡിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ WL² ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. എന്താണ്, MAയും MBയും സെയിം ആണ്. അപ്പോൾ WL² ഡിവൈഡഡ് ബൈ 12. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റിയാക്ഷൻ എയും റിയാക്ഷൻ ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റിയാക്ഷൻ എയും റിയാക്ഷൻ ബിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു? സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ബി എടുത്തു. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ബി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ ഒരു മൊമെൻറ്റ് ഉണ്ട്, ഈ ഒരു മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എയിലെ മൊമെൻറ്റ് എടുത്തു. ഇതെന്താണ് കോസ് ചെയ്യുന്നത്? ഇതിങ്ങനെ വന്നിടിക്കുമ്പോൾ ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഹോഗിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് WL² ഡിവൈഡഡ് ബൈ 12 പ്ലസ് കൊടുത്തത്, മൈനസ് കൊടുത്തത്. പിന്നെ എന്തുകൊണ്ട്? RA വാല്യൂ. അപ്പോൾ RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L. ഇനി എന്താണ്, ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ഔട്ട് ആക്കി. അപ്പോൾ എന്ത് വന്നു? W ഇൻറ്റു L. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് L/2. അപ്പോൾ W ഇൻറ്റു L ഇൻറ്റു L/2 അതാണ് WL² ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതും എന്താ കോസ് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഹോഗിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇത് പ്ലസ് സൈൻ അല്ല, നെഗറ്റീവ് സൈൻ ആണ്, നെഗറ്റീവ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? WL² ബൈ 2. WL² ബൈ 2 എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അത് തന്നെ ഈ ഫിക്സഡ് സപ്പോർട്ടിലാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സിഗ്മ MB ഈസ് ഈക്വൽ ടു 0 എന്നല്ല, സിഗ്മ MB മൊമെൻറ്റ് അറ്റ് B ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള എന്താണ്? WL² ബൈ 12. അപ്പോൾ ഈ WL² ബൈ 12 എന്താ കോസ് ചെയ്യുന്നത്? ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെൻറ്റ് എന്താണ്? നെഗറ്റീവ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് മൈനസ് WL² ബൈ 12 മൈനസ് WL² ബൈ 12. സോ അവിടെ നിന്നാണ് ഇത് ഇപ്പുറത്തേക്ക് എഴുതിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ഈ പ്ലസ് സൈൻ വന്നിരിക്കുന്നത്. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് B ഈസ് ഈക്വൽ ടു മൈനസ് WL² ബൈ 12. ബിക്കോസ് B എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെൻറ്റ് 0 അല്ല. B എന്ന് പറഞ്ഞ പോയിന്റ് എന്തുണ്ട്? മൊമെൻ്റ് ഉണ്ട്. WL² ബൈ 12 എന്ന മൊമെൻ്റ് ഉണ്ട്. അതെന്താ? അതിങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെൻ്റ് ആണ് മൈനസ് നെഗറ്റീവ് എടുത്തിരിക്കുന്നത്, മൈനസ് WL² ബൈ 12. എന്നിട്ട് ഈ മൈനസ് സൈനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അതാണ് പ്ലസ് WL² ബൈ 12 എന്ന് എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെ മൈനസ് WL² ബൈ 12ഉം ഈ പ്ലസ് WL² ബൈ 12ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ RA ഈസ് ഈക്വൽ ടു WL² ബൈ 2 എന്ന് കിട്ടും. എല്ലും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ WL ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ RA WL ബൈ 2 ആണെങ്കിൽ RBയും WL ബൈ 2. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേഷൻ എടുക്കുക. സിഗ്മ V ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ RA പ്ലസ് RB മൈനസ് W ഇൻറ്റു L ഈസ് ഈക്വൽ ടു 0. RAയുടെ വാല്യൂ WL ബൈ 2. Therefore RB ഈസ് ഈക്വൽ ടു WL minus RA minus WL by 2 is equal to WL divided by 2. അപ്പോൾ RA വാല്യൂ കിട്ടി, RB വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. SFDയും BMDയും കാൽക്കുലേറ്റ് ചെയ്യണം. അല്ല, SFDയുടെയും BMDയുടെയും ഡയഗ്രാംസ് വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഫസ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. SFD
ഇപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ബേസ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ബേസ് ലൈൻ, ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് എഴുതുക, താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് എഴുതുക. ഇനി ഇതിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? സോ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ്, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, ഇത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ്, ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് പോലെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു ആർ എയും ആർ ബിയും എങ്ങനെയാണ്, ഇത് രണ്ടും അപ്വേർഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആർ എയും ആർ ബി വാല്യൂം അപ്വേർഡ് ഫോഴ്സസ് ആണ്. ആർ എ WL/2, ഇത് WL ഡിവൈഡഡ് ബൈ 2, ഇവിടെയും WL ഡിവൈഡഡ് ബൈ 2 ആണ് ആൻസർ കിട്ടിയത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താ കിട്ടുന്നത്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ അത് കണക്ക് തന്നെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് WL/2, പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ താഴത്തേക്കാണ് WL/2. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ബേസ് ലൈനിന് താഴത്തേക്ക് WL/2, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ബേസ് ലൈനിന് മുകളിലേക്ക് WL/2. ഇനി ആ രണ്ട് ലൈനും കൂടി തമ്മിൽ ജോയിൻ ചെയ്യും. സോ ഇത് WL/2, ഇവിടെ WL ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസ് ലൈൻ വരച്ചു, എന്നിട്ട് BMD, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, BMD. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഒറിജിനൽ ബീമിൻ്റെ സപ്പോർട്ട്സ് സിമ്പിൾ സപ്പോർട്ടായിട്ട് അസ്യൂം ചെയ്തു, എന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് അതേ കണക്കിന് കൊടുത്തു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അത് ഡയഗ്രാം എന്തായിരിക്കും? പാരബോളിക് ഷേപ്പ് ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് അല്ലെങ്കിൽ മാക്സിമം മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് WL² ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് W എന്ന് തന്നെ കൊടുത്തേ. അപ്പോൾ മൊമെന്റ് എഴുതുന്നത് WL²/8 എന്ന് തന്നെയാണ് മൊമെന്റ് വാല്യൂ എഴുതുന്നത്, WL²/8. സോ ആദ്യം ആ വാല്യൂസ് അങ്ങ് വരയ്ക്കാം. WL² ഡിവൈഡഡ് ബൈ 8, WL² ഡിവൈഡഡ് ബൈ. ഇനി ഇതിനകത്ത് എന്തുണ്ട്? നമുക്ക് A എന്ന് പറഞ്ഞ സപ്പോർട്ടിലും B എന്ന് പറഞ്ഞ സപ്പോർട്ടിലും മൊമെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ട്സിൽ വരുന്ന മൊമെന്റിന്റെ നെഗറ്റീവ് വാല്യൂ ഇവിടെ ആയിരിക്കും, മുകളിലായിരിക്കും വരയ്ക്കുന്നത്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള മൊമെന്റ് വാല്യൂവിന്റെ പോസിറ്റീവ് വാല്യൂസ് മുകളിലാണ് വരയ്ക്കുന്നത്. പക്ഷേ സപ്പോർട്ട്സിലെ മൊമെന്റ് വരയ്ക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് വാല്യൂ മുകളിലും വരയ്ക്കും, പോസിറ്റീവ് വാല്യൂ താഴെയും വരയ്ക്കും. അപ്പോൾ MAയിലും MBയിലും നമുക്ക് കിട്ടിയ മൊമെന്റ് വാല്യൂസ് നെഗറ്റീവ് ആയിരുന്നു. അതേ കണക്ക് തന്നെ ആ വാല്യൂസ് രണ്ടും സെയിം ആണ്. സെയിം വാല്യൂസിന്റെ കിട്ടിയ വാല്യൂസ് രണ്ടും WL² ഡിവൈഡഡ് ബൈ 12 എന്നുള്ള വാല്യൂസ് ആണ് കിട്ടിയത്. സോ ദാണ്ടെ MA MBയുടെ വാല്യൂ WL²/12. രണ്ടും കിട്ടിയ വാല്യൂസ് എന്തായിരുന്നു? നെഗറ്റീവ് വാല്യൂസ് ആയിരുന്നു കിട്ടിയത്. സോ നമുക്ക് ആ വാല്യൂസ് വരയ്ക്കാം. നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ എൻഡിലെ നെഗറ്റീവ് വാല്യൂസ് മുകളിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കുക, ബിക്കോസ് രണ്ടിടത്തും വാല്യൂസ് സെയിം ആണ്. WL²/12, WL²/12. ഇനി എന്ത് ചെയ്യണം? ഷെയ്ഡഡ് റീജിയൻ വരയ്ക്കണം. അപ്പോൾ എന്താണ്? രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ദാണ്ടെ ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യുക. ഇനി ഇവിടെ എന്താണ്? നമ്മുടെ ഫിക്സഡ് മൊമെന്റ്, എൻഡിലെ മൊമെന്റ് മാത്രമേ ഉള്ളൂ, ആ പോർഷനും ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഫൈനൽ മൊമെന്റ്. ഓക്കെ, താങ്ക് യു.